മക്കൾ രാവിലെ ഇറങ്ങുന്നത് ക്ലാസ്സിലേക്കോ പാർക്കിലേക്കോ? മലപ്പുറം ബസ് സ്റ്റാൻഡ് പരിസരവും സ്റ്റേഡിയവും പരിസരവും പാർക്കുകളുമെല്ലാം കുട്ടിക്കമിതാക്കളുടെ വിരഹ കേന്ദ്രങ്ങൾ. രാവിലെ സ്കൂൾ ബാഗും പിടിച്ച് കാമുകന്റെ കൂടെ മലപ്പുറത്ത് ശാന്തിതീരം പാർക്കിൽ വന്നതാണ് പെൺകുട്ടി. ബാഗിൽ സ്കൂൾ യൂണിഫോം ഉണ്ട്. കാമുകനെയും കൂട്ടി ടോയ്ലറ്റിൽ കയറി. 1 മണിക്കൂർ കഴിഞ്ഞിട്ടും ഒരു ടോയ്ലറ്റിന്റെ വാതിൽ മാത്രം തുറക്കാതായപ്പോൾ സുരക്ഷാ ജീവനക്കാരൻ പോയി നോക്കി. ആളനക്കം കേൾക്കുന്നുണ്ട്. വിളിച്ചിട്ടും വാതിൽ തുറക്കുന്നില്ല. അവസാനം പോലീസിനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞു. അത് കേട്ടതോടെ വാതിൽ തുറന്ന് രണ്ടുപേരും ലേലുവല്ലു ലേലുവല്ലു, മാപ്പോട് മാപ്പ്. സുരക്ഷാ ജീവനക്കാർ ഇത്തരം കേസുകൾ ഇപ്പോൾ വല്ലാതെ ഗൗരവത്തിലെടുക്കാറില്ല. അതിന് കാരണം മുൻ അനുഭവങ്ങൾ തന്നെ. കാമുകനോടൊപ്പം പിറന്ന പടി കാറിൽ നിന്ന് പിടികൂടിയ ഒരു കുട്ടി അടുത്ത ദിവസം വന്നത് മാതാപിതാക്കളുമായി. തങ്ങളുടെ മകളുടെ സ്വകാര്യത കളയാൻ തനിക്ക് ആരാട അവകാശം തന്നത് എന്നായിരുന്നു സുരക്ഷാ ജീവനക്കാരോട് പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ ചോദ്യം. രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ കോട്ടക്കുന്ന് ശാന്തിതീരം പാർക്കുകൾ, വൈകുന്നേരം 4 മണിയുടെയും 6 മണിയുടെയും ഇടയിൽ മലപ്പുറം ബസ് സ്റ്റാൻഡ്, കോട്ടപ്പടിയിലെ ബസ് സ്റ്റോപ്പുകൾ, സ്കൂൾ പരിസരങ്ങളിലെ ഒഴിഞ്ഞ ഇടങ്ങൾ, കോട്ടപ്പടി സ്റ്റേഡിയം പരിസരം, മലപ്പുറത്തെ ചില കഫേകൾ തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. കാമുകന്മാരോടൊപ്പം കൊഞ്ചിക്കുഴഞ്ഞ് ചേർന്ന് നിന്ന് കൈപിടിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചും അതിനപ്പുറവും ചെയ്ത് ഒരു പരിസര ബോധവുമില്ലാതെ അഴിഞ്ഞാടുകയാണ് മക്കൾ. ആളുകൾ കാണുന്നുണ്ട് എന്ന വിചാരമൊന്നും അവർക്കില്ല, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. പഴയ പോലെ ഒരു മറയൊന്നും വേണം എന്നില്ല എന്നുള്ളിടത്ത് എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ. ലഹരി ഉപയോഗവും അതിന്റെ കച്ചവടവും സജീവമാകുന്ന ഇടങ്ങൾ കൂടിയാണിത്. പെൺകുട്ടികളെ വലയിലാക്കാൻ ഹാൻസും മറ്റ് ലഹരികളുമായി സ്ഥിരമായി വരുന്ന പൂവാലന്മാർ ഉണ്ടിവിടെ. ഇവരുടെ ശല്യം കാരണം മറ്റു കുട്ടികൾ കൂടി ഭീതിയോടെയാണ് ഇതുവഴി നടക്കുന്നത്. ഹൈസ്കൂളുകളിൽ പഠിക്കുന്ന പെൺകുട്ടികളാണ് ഇവരുടെ ഇരകൾ. പരസ്യമായ ലൈംഗിക വീഴ്ചകൾ കണ്ട് ആദ്യമൊക്കെ നാട്ടുകാരും വഴിയാത്രക്കാരും ഇടപെട്ടിരുന്നെങ്കിലും പിന്നീട് മനം മടുത്ത് അവരും തല താഴ്ത്തി നടക്കാൻ തുടങ്ങിയിരുന്നു. രാത്രികാല ട്യൂഷനുകൾ കൂടി തുടങ്ങിയതോടെ വഷളത്തരമാണ് കാര്യങ്ങൾ. സ്കൂൾ വിട്ട് ട്യൂഷൻ തുടങ്ങുന്നത് വരെയുള്ള മണിക്കൂറുകൾ ചില പെൺകുട്ടികൾക്ക് ആഘോഷമാണ്. അതുപോലെ ശനി ഞായർ ദിവസങ്ങളിലെ യൂണിഫോം ഇല്ലാത്ത ദിവസങ്ങളും. എല്ലാ വിഷയങ്ങളിലും A+ എന്ന ആഗ്രഹവുമായാണ് മക്കളെ അയക്കുന്നതെങ്കിലും ഔട്ട് ഓഫ് സിലബസിൽ അടക്കം A+ വാങ്ങിയാണ് കുട്ടികൾ പഠനം പൂർത്തിയാക്കുന്നത്. സ്കൂൾ അധികൃതർ തീരുമാനിച്ചാൽ ഇത്തരം ആഭാസങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാനാവും. പക്ഷേ അധ്യാപകരെ പോലും ഗൗനിക്കാത്ത ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്ന് പ്രതീക്ഷകൾ കുറവാണ്. എല്ലാവരും മൗനം പാലിക്കുന്നത് കൊണ്ടാണ് ഇത്തരം ആഭാസങ്ങൾ ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നത് എന്ന് പറയാം. രക്ഷിതാക്കളും അധ്യാപകരും നിയമപാലകരും നാട്ടുകാരും കച്ചവടക്കാരും എല്ലാവരും ചേർന്ന് നിന്നാൽ ഇതിനെല്ലാം തടയിടാൻ കഴിയും. നമ്മുടെ മക്കളെ നമ്മൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ അല്പമെങ്കിലും സ്വന്തം മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. തന്റെ മകൻ അല്ലെങ്കിൽ മകൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന തെറ്റായൊരു ആത്മവിശ്വാസം നമുക്കെല്ലാം ഉണ്ട്. അത് ആദ്യം മാറ്റിയെടുക്കണം. SS ന്യൂസ്, മലപ്പുറം.